എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരി ഏവരെയും ജീവിപ്പിക്കുന്ന ക്രിസ്തു തൻ്റെ സൗഖ്യമുള്ള കരങ്ങളാൽ നിങ്ങളേവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ഏവർക്കും സ്നേഹവന്ദനം. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1 വാക്യങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരും ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരു കുരുടനെ കണ്ടു. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, റബ്ബി, യവന് കുരുടനായി ജനിച്ചത് യവന്റെ പാപനിമിത്തമാണോ, ഇവന്റെ മാതാപിതാക്കന്മാർ ചെയ്ത പാപനിമിത്തമാണോ? അവിടുന്ന് പറഞ്ഞു, ഒരിക്കലുമല്ല. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പ്രവൃത്തി ഇവനിൽ വെളിപ്പെടുവാനത്രേ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ അന്ധത, വിശ്വാസ തകർച്ച, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ തകർച്ച, സാമ്പത്തിക തകർച്ച, ബിസിനസ്സിലെ തകർച്ച, ഹല്ലേലൂയ, വ്യക്തിബന്ധങ്ങളിലെ തകർച്ച, ഹല്ലേലൂയ വന്നുവെങ്കിൽ ഭയപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കൃപയ്ക്കായി കാത്തിരിക്കുക. അവിടുന്ന് അന്തിനെ തൊട്ട് സൗഖ്യപ്പെടുത്തിയതുപോലെ നിന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തും. അവിടുന്ന് പ്രകാശമായി നിന്റെ ജീവിതം ഉദിക്കും. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 3:20 ഇപ്രകാരം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്, ദൈവകൃപ ഇല്ലാത്തവരായി മാറി. നമുക്ക് ലഭിച്ച കൃപ, ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ നാം പാപം ചെയ്യരുത്. പാപം ചെയ്യാതിരിക്കുന്ന കാലം ദൈവത്തിന്റെ കൃപ നമ്മൾ നകന്നു പോവുകയില്ല. ദൈവത്തിന്റെ കൃപ നമ്മൾ നകന്നു പോയാൽ നാം പാപികളായി മാറും. അങ്ങനെ അന്ധകാരം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തി ബന്ധങ്ങളിലേക്ക്, നമ്മുടെ ബിസിനസ്സിലേക്ക് ഹല്ലേലൂയ കടന്നു വരും. അങ്ങനെ നാം തകർച്ചയുടെ വക്കിലെത്തും. ഹല്ലേലൂയ. എന്നാൽ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഒരിക്കലും തന്റെ പൈതൽ, തന്റെ മകൻ, തന്റെ മകൾ തകരുവാൻ, നിരാശപ്പെടുവാൻ, നശിച്ചു പോവാൻ കർത്താവ് അനുവദിക്കുകയില്ല. അവൻ തക്ക സമയത്ത് നമ്മുടെ പ്രാർത്ഥന കേട്ട് നാം എതിർ നോക്കി വിടുവിക്കും. വിജയശ്രീയിലാണിതിരായി നാം വരും. ഹല്ലേലൂയ. നാം കർത്താവിൽ ജീവിക്കും. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, കർത്താവിന്റെ കൃപയ്ക്കായി നാം മനസ്സുരുകി കർത്താവിനോട് പ്രാർത്ഥിക്കാം. നാം ചെയ്ത പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ മനസ്സ് തുറന്ന് അനുകമ്പയോടെ ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മുടെ പിതാവാണ്, നമ്മുടെ രക്ഷിതാവാണ്, നമ്മുടെ കർത്താവാണ്. ഒരു നാളും അവൻ നമ്മെ തള്ളിക്കളയുകയില്ല. പെറ്റമ്മ മറന്നാലും നീ മറക്കുകയില്ലെന്നുള്ള ആ വചനം ഹല്ലേലൂയ.